മനുഷ്യക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പള്ളുരുത്തി സ്വദേശി ബാദുഷയെയാണ് കൊച്ചി തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ലാവോസിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ലാവോസിൽ തട്ടിപ്പ് സംഘങ്ങളുമായി ബാദുഷയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. 100-ലധികം മലയാളികൾ മനുഷ്യക്കടത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ മനുഷ്യക്കടത്തിന് ഇരയായ തോപ്പുംപടി സ്വദേശിയുടെ പരാതിയിൽ പള്ളുരുത്തി സ്വദേശിയായ അഫ്സർ അഷ്റഫിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അഷ്റഫിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു പള്ളുരുത്തി സ്വദേശിയായ ബാദുഷയെ കസ്റ്റഡിയിലെടുത്തത്. 2013 മുതൽ ബാദുഷ ലാവോസിലെ തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തു വരുന്നുണ്ട്. അതിനു പിന്നാലെ നാട്ടിലെത്തിയ ശേഷം മനുഷ്യക്കടത്ത് ആരംഭിച്ചു. മാവോസിലെ യിങ്ലോങ് എന്ന ചൈനീസ് കമ്പനിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലി വാഗ്ദാനം ചെയ്താണ് ആളുകളിൽ നിന്നും 50,000 രൂപ വീതം വാങ്ങിയത്. തുടർന്ന് ഈ ആളുകളെ ലാവോസിൽ എത്തിച്ച ശേഷം ഓരോ ആളെയും 4 ലക്ഷം രൂപയ്ക്ക് വിലയിട്ടാണ് ആ ചൈനീസ് കമ്പനിക്ക് ഇവർ വിറ്റത്. എന്നാൽ ഓൺലൈൻ തട്ടിപ്പാണ് അവിടുത്തെ തങ്ങളുടെ ജോലിയെന്ന് തിരിച്ചറിഞ്ഞും കമ്പനിയുടെ വല്ലാത്ത പീഡനം സഹിക്കവയ്യാതെയും എംബസിയുടെ സഹായത്തോടെ നാട്ടിൽ തിരികെ എത്തിയ ആളുകളുടെ പരാതികളിലാണ് ഇപ്പോഴത്തെ പോലീസിന്റെ നടപടി. ബാദുഷയുടെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇയാളെ ജോലിക്കായി ലാവോസിൽ എത്തിച്ച മറ്റൊരു കൊച്ചി സ്വദേശിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. തൊഴിൽ വിസയോ മറ്റ് അംഗീകൃത രേഖകളോ ഉപയോഗിച്ച് പോകുന്നവരാണെങ്കിൽ ഏജൻസികളുടെ പക്കൽ പോകുന്ന ആളുകളുടെ വിവരമുണ്ടാകും. ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരെ നിയമവിരുദ്ധമായി തായ്ലൻഡിൽ നിന്ന് അതിർത്തി കടത്തി ലാവോസിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്യുന്നത്. ലാവോസിലെ തൊഴിൽ തട്ടിപ്പിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു. ലാവോസ് ഗോൾഡൻ ട്രയാങ്കിൾ സ്പെഷ്യൽ എക്കണോമിക് മേഖലയിലെ കോൾ സെൻറ്റർ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ മലയാളികളെ പങ്കാളികളാക്കുന്നുണ്ട്. ആഗോള ഓൺലൈൻ തട്ടിപ്പിൻ്റെ കേന്ദ്രമാണ് ലാവോസിലെ ഗോൾഡൻ ട്രയാങ്കിൾ. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ചൈനീസ് കമ്പനികൾ ആവശ്യപ്പെടുന്ന തട്ടിപ്പ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് സ്ഥിതി. ഡിജിറ്റൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സപ്പോർട്ട് സർവീസ് എന്നീ തസ്തികകൾ വാഗ്ദാനം ചെയ്താണ് ചൈനീസ് കമ്പനികൾ ഇങ്ങനെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഉയർന്ന ശമ്പളവും വലിയ ഹോട്ടലിലെ താമസവും റിട്ടേൺ എയർ ടിക്കറ്റുകളുമൊക്കെ വാഗ്ദാനം ചെയ്താണ് ആളുകളെ ഇവർ കബളിപ്പിക്കുന്നത്. കംബോഡിയ അടക്കമുള്ള പല രാജ്യങ്ങളിലും ചൈനീസ് കമ്പനികൾ ഇത്തരം തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഒരിക്കൽ അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ അവർ പറയുന്ന ജോലികൾ തന്നെ ചെയ്യേണ്ടി വരും. ഓൺലൈൻ പണം തട്ടിപ്പാണ് പ്രധാന പരിപാടി. പണി ചെയ്യാൻ വിസമ്മതിക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കാനും കൊന്നുകളയാനും വരെ ചൈന സംഘങ്ങൾ മടിക്കാറില്ല. അതുകൊണ്ട് എത്ര വലിയ ഓഫർ വന്നാലും കൃത്യമായ വിസയും ജോബ് കോൺട്രാക്റ്റും എംബസി വഴി പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം യാത്ര തിരിക്കുക. ഇത്തരം തട്ടിപ്പിൽ നിങ്ങളുടെ പണം മാത്രമല്ല ജീവൻ വരെ നഷ്ടമായേക്കാം.